ക്ലാരയാണേ. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്ന് ലേറ്റായി. മോന് പനിയാണ്. എന്നോട് കുറേ ഫ്രണ്ട്സ് ചോദിച്ചു, നീ എന്തിനാ അവിടെ പോയി ഇവിടെ പോയി, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കുക അതേമാതിരി സംസാരിക്കാമെന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഫീലിംഗ് ഒന്നും ആയിട്ടില്ല. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ യൂട്യൂബൊക്കെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. വീട്ടുകാരോടും ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോടും അവരും എൻ്റെ ക്ലോസ് ടു ഹാർട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരോട് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം, ഞാൻ ഇന്നലെ ശ്രീനിവാസൻ സാറിൻ്റെ കുറേ വീഡിയോസ്, ഇപ്പം സാറ് മരിച്ചു പോയതുകൊണ്ടായിരിക്കും കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ സാറിൻ്റെ നല്ല നല്ല കോഡ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇങ്ങനെ വരുമല്ലോ. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സെൻറ്റൻസാണ്, ഈഗോ എവിടെ നിൽക്കുന്നോ സ്റ്റോപ്പാവുന്നോ അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വെയിൽ നല്ല രസമല്ലേ? അപ്പം എവിടെ ഈഗോ ഉണ്ടോ അവിടെ അത് ലൈഫല്ല. ഈഗോ ഒക്കെ മാറ്റി വെച്ച് നല്ല നല്ല എന്താ പറയുക, സ്നേഹത്തോടെ ലൈഫ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതാണ് ലൈഫ്. ഈഗോ ഉള്ള ഒരാൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പോയി മിണ്ടൂല, ഇങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്കുള്ളത്. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പോയി മിണ്ടുന്നേ, എന്തിനാ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് കാലം ജീവിക്കാൻ വന്ന ആൾക്കാരാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചിലർ നമ്മുടെ സംസാരം, എടാ നീ എന്നാടാ, നീ ഓക്കെ അല്ലേ, അത് വിട്ട് പിടി എന്നൊക്കെ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ഈഗോ മാറ്റി വെച്ച് അവരോട് പോയി മിണ്ടുക. പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഉണ്ടെങ്കിലോ ഒന്ന് പോയി മിണ്ടുന്നേ, അവരോട് പോട്ടടി, സാരമില്ല, അത് വിട്ടുകളാം, നമുക്ക് ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് ആ ഒരു ബന്ധം വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്ക് ചില സമയത്ത് അവരുടെ പെരുമാറ്റം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വിഷമമൊക്കെ ആയി കാണും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ആ സമയം വിഷമിക്കും, 1-2 days, മാക്സിമം 1 week. പക്ഷേ ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വർഷങ്ങളായി മിണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ടെന്നേ. എന്തിനാ നമ്മൾ മിണ്ടി അവരോട് എന്താ നിനക്ക് തോന്നിയത്, ഞാൻ അങ്ങനെ ഒന്നും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേ കാണത്തില്ല. നമ്മളിപ്പോൾ ആരെങ്കിലും മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഓർത്തായിരിക്കും ഇവർ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പരസ്പരം സംസാരിച്ച് ഓക്കെ ആക്കി നമ്മൾ എന്താ പറയുക, അവരോട് പോയി മിണ്ടി വീണ്ടും കൂട്ടുകൂടണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യണേ. ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ ഓഫീസിലോ ഫ്രണ്ട്സിലോ വീട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ അടികൂടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒന്ന് പോയി മിണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഈവനിങ് ഇന്ന് കുറച്ച് കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്, നല്ല നല്ല ബ്യൂട്ടിഫുൾ സെറ്റായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഉപദേശം ആ സമയത്ത് നിർത്തിയിട്ട് അത് മാത്രം കാണിക്കാവേ. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ ഈവനിങ്.